മതവിശ്വാസ മൂല്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്നത് കൂടുതൽ നിരീശ്വരവാദികളും മതനിഷേധികളുമായിരിക്കണമല്ലോ. ആണോ? ഈ ക്രിമിനൽ കേസ് പിടിക്കപ്പെടുന്നത് എന്തിനാ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്? അവനവൻ്റെ ജീവിതത്തോട് തിരിഞ്ഞ് ഏറ്റവും കൂടുതൽ പണി തന്നേക്കുന്നത് നിരീശ്വരവാദികളാണോ വിശ്വാസികളാണോ? അങ്ങനെ അലച്ചത്തിനെ പിടികിട്ടും. നിങ്ങൾ പൂർണ്ണമായും നിരീശ്വരവാദികളുടെ ഇടയിൽ കഴിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി തരുന്ന കൂടുതൽ നിരീശ്വരവാദികളായി. കാരണം വേറെ ആർക്കും പണി തരാനുള്ള അവസരമില്ല. നിങ്ങൾ മതവിശ്വാസികളുടെ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പണി തരുന്ന കൂടുതലും മതവിശ്വാസികളായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പോയിന്റ് ബി നോട്ട് മൈ ലോട്ട്, മതവിശ്വാസികൾ പണി തരുന്നു. അവർ മൂല്യവും ധാർമ്മികതയൊക്കെ കൊണ്ടുവരുന്നവരാണെങ്കിൽ പണി തരേണ്ടതല്ലോ. നേരിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് മതവിശ്വാസി ആയിരിക്കുമ്പോഴും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം കളഞ്ഞിട്ട് മതനിഷേധി ആയിരിക്കുമ്പോഴും സകല ഉടായ്പും കാണിക്കാൻ പറ്റും. ഇത് തമ്മിൽ നേരിട്ടൊരു കണക്ഷൻ എന്നില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം എന്നേ ഉള്ളൂ. രണ്ടും രണ്ട് തന്നെ വിദ്യാഭ്യാസങ്ങളാണ്. നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ നിലപാടുകൾ, അതൊരു പ്രോഡക്റ്റാണ്. അതിന് നിങ്ങൾ ശാസ്ത്രീയമായ അറിവിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാടുകൾ അത്രയും വസ്തുനിഷ്ഠമായിരിക്കും, അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് മാത്രമേ അവ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ശാസ്ത്രം വെട്ടുകത്തി ഉണ്ടാക്കുന്നു, സിമ്പിളായിട്ട് പറഞ്ഞാൽ വെട്ടുകത്തി ഉണ്ടാക്കുന്നു, അടുത്തിരിക്കുന്നതിന് തലയ്ക്ക് വെട്ടണോ തേങ്ങ പൊതിക്കണോ എന്നുള്ളത് ഇറ്റ് ഈസ് കോൾഡ് വകതിരിവ്. അത് വേറെയാണ്, അത് നമ്മൾ ഉപയോഗിക്കുക.